പി വി അൻവറിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്? സജ്ജ, ഇപ്പോൾ പി വി അൻവറിന് മൊഴിയെടുക്കൽ ഏകദേശം 1.5 മണിക്കൂർ സമയത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ 11:05 മൊഴിയെടുക്കൽ ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിലെ തൃശ്ശൂർ DIG ആയിട്ടുള്ള തോംസൺ ജോസാണ് ഇപ്പോൾ പി വി അൻവറിന്റെ മൊഴിയെടുക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരമുറി മലപ്പുറം MSP ക്യാമ്പസ് SP ഓഫീസിലെ ക്യാമ്പ് ഹൗസിലെ മരമുറി അടക്കമുള്ള താൻ ഉന്നയിച്ച 14 കാര്യങ്ങളിലും ഇത്തരത്തിൽ മൊഴി നൽകുമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ഈ മൊഴിയെടുക്കലായി മലപ്പുറം ഗസ്റ്റ് ഹൗസിലെത്തിയപ്പോഴാണ് ഈ ADGP അജിത് കുമാറും അതുപോലെ തന്നെ RSS നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് പി വി അൻവർ തയ്യാറായത്. പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണം ആ കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ CPM-നെ സഹായിക്കാനല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് ADGP അജിത് കുമാർ ഇത്തരത്തിൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത്. അതിന് കാരണമായി തന്നെ പി വി അൻവർ ഉന്നയിക്കുന്ന കാര്യം ഈ ADGP അജിത് കുമാറും RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം തനിക്ക് ലഭിച്ചിരുന്നു. 10:30 തനിക്ക് ലഭിച്ചു. ആ കാര്യം താൻ പുറത്തുവിടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം വിളിക്കുകയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ തനിക്ക് ഈ വിവരം ലഭിച്ചു എന്ന് ADGP അജിത് കുമാർ അറിയുകയും അജിത് കുമാറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തി പിന്നീട് ആ കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത്. VD സതീഷിന് ധൈര്യമുണ്ടെങ്കിൽ പുനർജനി കേസിൽ ED അന്വേഷണം ആവശ്യപ്പെടട്ടെ എന്ന് രേഖാമൂലം ആവശ്യപ്പെടട്ടെ എന്ന് പി വി അൻവർ വെല്ലുവിളിക്കുകയും ചെയ്തു. പി വി അൻവർ MLA യുടെ മൊഴിയെടുക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം.